ഹലോ, ഇന്ന് നമ്മൾ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ്. അതിൻ്റെ കൂടെ ഒരു സ്നാക്സും കൂടി കാണിക്കുന്നുണ്ട്. ബ്രെഡും അതുപോലെ ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്സ്. അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ് മൂന്നും ഈ രണ്ടെണ്ണം വെച്ച് മതി. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. പിന്നെ 1 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ്. അത് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ചെറിയ പീസാക്കി 100 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത കുരുമുളകാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സമയം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ള നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 10-15 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളിൻ്റെ പകുതിയും, ഒരു ചെറിയ തക്കാളിയും, അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും, പിന്നെ ക്യാരറ്റ് ഒരു 2 എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പീസ് കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള എടുത്തിരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് അതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓയിൽ ഇതിലേക്കും കൂടി ഉള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് അധികം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിൽ ഉപ്പിട്ടതാണ്, എന്നാലും വെജിറ്റബിൾസ് വേവാനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അതിൽ തന്നെ ആ വെജിറ്റബിൾസൊക്കെ കഴുകിയ വെള്ളം എന്തായാലും അതിലേക്ക് ഇറങ്ങി വരും, ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതങ്ങ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് ഇപ്പുറത്തെ അടുപ്പിലുള്ള ചോറ് റെഡി ആയിട്ട് നമ്മളത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കനും വെജിറ്റബിൾസൊക്കെ നല്ലപോലെ കുക്കായി വന്നാൽ അതിലേക്ക് ക്രഷ്ഡ് കുരുമുളകും അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ മസാല ഏകദേശം റെഡി ആയതിൻ്റെ ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചോറ് നമ്മൾ നേരത്തെ അരി ഊറ്റി വെച്ചിരുന്നു, അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വേണമെങ്കിൽ മാത്രം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത്രയുള്ള സംഭവം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ കറികളോ അതുപോലെ ചമ്മന്തിയോ അച്ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഫ്രൈഡ് റൈസിനെക്കാട്ടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല, വെജിറ്റബിൾ റൈസ് എന്നൊക്കെ പറയാം. ചിക്കനും ഉണ്ട്, എന്ത് പേര് വിളിക്കണമെന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റാണ്. ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി കൊടുത്തു നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും. അധികം എരിവില്ല, അധികം മസാലയൊന്നുമില്ലായിട്ട് നല്ല ഒരു ടേസ്റ്റുള്ള റൈസാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തത് ഒരു സ്നാക്സ് പറഞ്ഞിരുന്നു, അതുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്, നമ്മളെ മകൾക്ക് കഴിക്കുന്നില്ല, അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളീൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് എരിവിന് കുരുമുളക് പൊടിയും, പച്ചമുളക് ഇടുന്നില്ല, കുരുമുളക് പൊടി ഇടുന്നത്, പിന്നെ ബീഫ് മസാലയും അതുപോലെ മല്ലിച്ചപ്പും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഉള്ളി ചെറിയ ചെറിയ പീസാക്കാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് കടിക്കും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പീസാക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു കുഞ്ഞ് പീസ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ചട്ടിക്ക് കുറച്ച് ചൂടുണ്ട് കേട്ടോ, അപ്പോൾ ആ ബട്ടർ അതിൽ തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഞാൻ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഞാനൊരു 2-2.5 ടീസ്പൂണോളം മസാല ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിൽ വേണം ചെയ്തെടുക്കാൻ. മസാല കുറച്ച് കട്ടിയിലാവണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആ മൂലയും സൈഡും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മസാല ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ ഒരു നല്ല മതിരിപ്പ് വരും. ഇങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നം വരില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എരിവിന് ഞാൻ കുറച്ച് അധികം കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്ലൈസ് ചീസും കൂടി വെച്ച് കൊടുക്കാം. ഇത് ഇഷ്ടമുള്ളവർ വെച്ചാൽ മതി, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചീസൊക്കെ ഒരുപാട് ഇഷ്ടമാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നത്. ചീസും ബട്ടറൊക്കെ ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ ഈ ഒരു സ്നാക്സ് എന്തായാലും ഇഷ്ടമാവും. അല്ലെങ്കിൽ
ചീസ് അവിടെ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു മസാല കറക്റ്റ് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് മുക്കി പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ മൈദ ഒന്നില്ലെങ്കിൽ ആട്ട. ഞാനിവിടെ ആട്ടപ്പൊടി എടുത്തിട്ടുള്ളത്, മൈദപ്പൊടിൻ്റെ അടുത്ത് തീർന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പരിപാടിയാണല്ലോ. നമ്മൾ മുട്ടയിലൊക്കെ മുക്കുന്ന പോലെ തന്നെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്യില്ലേ, അതേപോലെ സെയിം തന്നെ. പിന്നെ ചീസ് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് നല്ല കോട്ടിങ് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചീസ് വേഗം മെൽറ്റായി പോവും. ഇത് ഉള്ളിൽ നിന്ന് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് പണിയാവും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളെല്ലാം ഒരുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇനി ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ, എണ്ണയൊന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ സാധാരണ പാനിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആകുമ്പോൾ തണുത്ത് പോയാൽ രസം ഉണ്ടാവില്ല, ചൂടോടാണെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കുട്ടിക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ആയാൽ അടുത്ത ഭാഗം മറിച്ചിട്ടിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സ്നാക്സ് മാത്രമല്ല, നിങ്ങൾക്ക് 4 മണിക്കുള്ള പലഹാരമൊക്കെ ആയിട്ട് ചെയ്ത് നോക്കട്ടെ. നല്ല ഉള്ളിൽ നല്ല ചീസി ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. 2 റെസിപ്പിയും നല്ല ഈസിയല്ല ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. റൈസൊക്കെ നല്ല ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കണ്ട. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. Bye from Jasna Vishil Entertainment.